അങ്ങനെ നമ്മൾ ഡൽഹിയിലെ കല്യാണം കൂടിയെന്നില്ല, ഡൽഹിയിലെ കല്യാണം റോട്ടിൽ നിന്ന് കണ്ടു. ഗൈസ് നമ്മൾ ഡൽഹിയിലെ കല്യാണമാണ്. കല്യാണം എന്നൊക്കെ അടിപൊളിയാണ്. അവിടുത്തെ കല്യാണം വേറെ ലെവലാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഓണമാണ് രാത്രിയിലും കണ്ടത്. നമുക്ക് ടാറ്റൊക്കെ തന്നിട്ട് ഫ്രീക്കന്മാരുടെ ചെക്കൻ വടിവാളും പിടിച്ചിട്ടാണ് ഇങ്ങനെ ഡൽഹിയിലാരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ വെടിവെച്ച് കൊല്ലാനായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കളയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ എന്നോ നിന്നെ പറയാം. ജൈസ് വീണ്ടും ചെക്കൻ ഞാതി ഫ്രീക്കനാട്ടാ. അതെൻ്റെ പൊന്നെ. അതേ പിള്ളേരൊക്കെ നമ്മുടെ അടുത്തൊക്കെ എന്തിനാണ് വീഡിയോ. അതിന് ശേഷം നമ്മൾ നേരെ ട്രെയിൻ കിട്ടി. നമ്മൾ ട്രെയിനിൽ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയിൽ ചെറിയ കിടാവ് കിടന്നുറങ്ങുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളതിന് പോവുകയാണ്. ഓടും കുതിര, ചാണ്ടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങി. ഗോതമ്പ് തോട്ടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോതമ്പ് തോട്ടങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരമാണ്. പഞ്ചാബിൻ്റെ ബോർഡറിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ കൂടെ പോയിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഇറങ്ങി വീണ്ടും ട്രെയിൻ നിർത്തി. വീണ്ടും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഏതൊരു ബോർഡ് കണ്ടു, അത് വായിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് വലിയൊരു പാലം കൊണ്ട്, കാശ്മീർ എത്ര എന്ന് പറഞ്ഞാലും ഇതാണ്. ഏതാ പാലം എന്നൊന്നും അറിയില്ല. പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്നോട് പറയാം ഏതാ പാലം. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി പാലമാണ്. ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒരു പാലല്ല, റെയിൽവേ അടിയിലൊരു ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സെറ്റപ്പാണ്. അത്യാവശ്യം വലിയൊരു പാലമാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. പെടപെടേ എന്ന് പറഞ്ഞിട്ടാണ്. നല്ല സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങി. അവിടുത്തെ കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കാർ എടുത്ത് ഒരു നൈറ്റാണ് നമ്മളവിടെ എത്തിയത്. കാശ്മീർ നല്ല നൈറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായത് തൊട്ട് ബാക്കിലേക്കുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പുറത്തും, പിന്നെ അവിടുത്തെ ഒരു ഡ്രൈവറുണ്ട്, ടാക്സി ഡ്രൈവർ. കാശ്മീരാണ്, അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ രാത്രി ചീറിപ്പാഞ്ഞ് പോവാണ്. നമുക്കിനിയിപ്പോൾ പോണത് പിടിക്കാന്ന് പറഞ്ഞൊരു അന്തം കുത്തില്ലാണ്ട് നമ്മളൊരു വട്ടം കാശ്മീർ പോയിട്ട് രണ്ടാമത്തെ വട്ടമാണ് കാശ്മീർ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പിന്നെ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുന്നുകളും മലകളിലൂടെയാണ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മളവിടെ എത്തി. രാത്രി നമുക്കൊരു റൂം സെറ്റ് ചെയ്ത് തന്നു. രാത്രിയോടെ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ നേരം വെളുത്തിട്ടുള്ള വീഡിയോസ് എനിക്ക് കാണിച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം എന്താണ്. ഇവിടെ ഒരു ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ബെൻഹിൽ റെയിൽവേ സ്റ്റേഷനാണ്. ബെൻഹാൽ എന്തോണ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ റൂം എടുത്തു. നമ്മൾ അവിടെ കിടന്നുറങ്ങി. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള കാലത്തിന് നേരത്തെ എഴുന്നേറ്റ് നമുക്ക് കാലത്ത് ഇവിടുന്ന് നമുക്ക് ശ്രീനഗർ അല്ലല്ലോ, നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ഗായ്സ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബെൻഹാൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ബെൻഹാൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതാണ് നമ്മൾ ബാക്കി കാണുന്നത്, ബെൻഹാൽ റെയിൽവേ സ്റ്റേഷൻ. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞതായിരിക്കും. നല്ല തണുപ്പാണ്. -2 ആണ്. ഇതാണ് ബെൻഹാൽ റെയിൽവേ സ്റ്റേഷൻ. പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. अभी उड़ के മലയാളി കേട്ടോ. ഏത് ഞങ്ങൾ നേരെ സ്റ്റേ അടിച്ച്. ഹായ് ഗായ്സ്, നമ്മൾ ഇന്നലെ വന്നിട്ട് തൊട്ടടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി നേരെ ശ്രീനഗറിലേക്ക് പോവാണ്. നല്ല തണുപ്പാണ്. ഇവിടുത്തെ ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ, റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അതുകൂടാണ്ട് നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഇന്ന് കാലത്ത് ട്രെയിനില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ.
ഞങ്ങളവിടെ കട്ട ബസ് അടിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 8:30 തോന്നുന്നു. 8:30 ഇനിയിപ്പോൾ 10:30 ട്രെയിൻ. സമയങ്ങളിൽ നമുക്ക് ട്രെയിൻ കിട്ടില്ല. 9:15 ട്രെയിനില്ല. ഇനി 11 ട്രെയിൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ബൻഹാലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.